നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതായത് രാജസ്ഥാൻ റോയൽസിൻ്റെ ആദ്യത്തെ സീസൺ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല സീസൺ ഉണ്ടായിരിക്കുന്നത് സഞ്ജു സാംസൻ്റെ ക്യാപ്റ്റൻ്റെ കീഴിലാണ്, അതായത് ക്യാപ്റ്റൻസിയുടെ കീഴിലാണ്. അവിടെ നമ്മൾ നോക്കുമ്പോൾ സഞ്ജു സാംസനെ മാത്രം പറയാൻ സാധിക്കില്ല. അവിടെ അന്ന് കളിച്ചുകൊണ്ടിരുന്ന, അതായത് കഴിഞ്ഞ 4 വർഷം കളിച്ചുകൊണ്ടിരുന്ന താരങ്ങൾ, ഇപ്പോൾ ടൺ ബോൾട്ട് ആണെങ്കിലും ജോസ് ബട്ട്ലർ ആണെങ്കിലും ചഹലാണെങ്കിലും അശ്വിൻ ആണെങ്കിലും ഇവരുടെയൊക്കെ പങ്ക് ഈ ഒരു ടീമിൻ്റെ വിജയത്തിൽ വളരെ വലുതായിരുന്നു. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ 3 മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ നയിച്ചത് റയാൻ പരാഗായിരുന്നു. അതായത് 3 മത്സരം നയിച്ചു, 2 എണ്ണത്തിൽ പരാജയം, ഒരെണ്ണത്തിൽ മാത്രമാണ് രാജസ്ഥാൻ വിജയിക്കാൻ സാധിച്ചത്. അത് അത്ര മികച്ച ഫോമിൽ കളിക്കാത്ത ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടാണ്. അതും ഒരു 6 റൺസിൻ്റെ വിജയം മാത്രമേ ഉള്ളൂ എന്ന് തന്നെ പറയണം. എന്തായാലും എന്താ പറയുക, പ്രത്യേകിച്ച് ആശ്വസിക്കാൻ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയണം. അല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സഞ്ജു സാംസൺ BCCIയുടെ സെൻറ്റർ ഓഫ് എക്സലൻസിൽ ഒരു വിക്കറ്റ് കീപ്പിംഗ് നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ചെക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അതിൻ്റെ ഒഫീഷ്യൽ റിപ്പോർട്ടൊന്നും പുറത്തേക്കൊന്നുമില്ല. അത് പോസിറ്റീവാണെങ്കിൽ അടുത്ത മത്സരത്തിൽ അദ്ദേഹമായിരിക്കും വിക്കറ്റ് കീപ്പർ, അതുപോലെ ക്യാപ്റ്റനും അദ്ദേഹം തന്നെ ആയിരിക്കും. എനിക്കറിയില്ല റയാൻ പരാഗിന് ചെയ്യാൻ സാധിക്കാത്തതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സഞ്ജു സാംസൺ ചെയ്യാൻ സാധിക്കുമെന്ന്. കാരണം ഈ ഒരു ടീം അത്ര മികച്ച ടീമായിട്ട് എനിക്ക് ആ ഒരു ലേലം ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ തോന്നിയിട്ടില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനുമായിട്ട് ബന്ധപ്പെടുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. പിന്നെ അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ്.